നമ്മൾ ഇനി പോകുന്നത് കുന്നുകുഴി പ്ലാന്റിലേക്കാണ്. തിരുവനന്തപുരം കുന്നുകുഴിയിലെ ആധുനിക അറവുശാലയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. 2020 ആരംഭിച്ച അറവുശാലയുടെ നിർമ്മാണം 70% പോലും പൂർത്തിയായിട്ടില്ല. 12 കോടി രൂപ മുതൽ മുടക്കിയാണ് 2013 പൂട്ടിയ കുന്നുകുഴിയിലെ അറവുശാല പുതുക്കി പണിയുന്നത്. അറവുശാലയുടെ പണി പൂർത്തിയാക്കി എന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന കാര്യത്തിൽ അധികൃതർക്കും വലിയ വ്യക്തതയൊന്നുമില്ല. അശ്വിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസമായേക്കാവുന്ന കുന്നുകുഴിയിലെ ആധുനിക അറവുശാല ഇനിയും തുറക്കാനായിട്ടില്ല. പല ഘട്ടങ്ങളിലും തുറക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും പണി പൂർത്തിയാകാത്തതിനാൽ ഇത് നീണ്ടു പോവുകയാണ്. ഈ അനധികൃത അറവുശാലകളും വഴികളിൽ അറവ് മാലിന്യം തള്ളുന്നതും വർദ്ധിച്ചതോടെയാണ് ആധുനിക അറവുശാല നഗരത്തിൽ സ്ഥാപിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. എന്നാൽ നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏതാണ്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് എപ്പോൾ തുറക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രഖ്യാപനം വന്നിട്ടില്ല. നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 2013 കുന്നുകുഴിയിൽ പ്രവർത്തിച്ചിരുന്ന അറവ് ശാല മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ പൂട്ടിയിട്ടത്. പിന്നീടാണ് ഇവിടുത്തെ കോടികൾ മുടക്കി ആധുനിക രീതിയിൽ അറവുശാല നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തതും. പിന്നീട് ചില കാരണങ്ങളാൽ പദ്ധതി റീടെൻഡർ ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നിട്ടും വീണ്ടും കരാർ കെല്ലിന് തന്നെ വീണ്ടും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പഴയ അറവുശാലയുടെ കെട്ടിടം നിലനിർത്തിയാണ് പുതിയതിൻ്റെയും നിർമ്മാണം. 2020 നിർമ്മാണം തുടങ്ങിയതും ഇത്രയും വർഷമായിട്ടും പണി പൂർത്തിയാവുകയോ തുറന്നു നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്ലാന്റിൻ്റെ പണി പൂർത്തിയാക്കി തുറന്നു നൽകിയാൽ മണിക്കൂറിൽ 50 മുതൽ 60 കന്നുകാലികളെ കശാപ്പ് ചെയ്യാനാകും എന്നുള്ളതാണ് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല 100 ആടുകളെ വരെ ഇവിടെ കശാപ്പ് ചെയ്യാനും കഴിയും. ഏതാണ്ട് 12 കോടിയോളമാണ് ഇതിൻ്റെ നിർമ്മാണ ചിലവ്. ബയോഫിൽട്ടർ പ്ലാന്റ്, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ നിർമ്മിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. വെറ്ററിനറി ഡോക്ടറുടെ സേവനവും ഇവിടെ ഉണ്ടാകും. മൃഗങ്ങളെ പരിശോധിക്കാനും പ്രത്യേക ലാബും ഇവിടെ സജ്ജമാക്കും. പക്ഷേ ടെൻഡറിംഗ് പ്ലാൻ വഴി ഇറച്ചി അവശിഷ്ടങ്ങൾ സംസ്കരിക്കാനുമാകും. അത്യാധുനിക ഫ്രീസറും മൊബൈൽ ഫ്രീസറും ഇവിടെയുണ്ട്. ഇത്രയും ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മോടി മാത്രമേ ഉള്ളൂ. അകത്തേക്ക് ഇനിയും ധാരാളം പണികൾ പൂർത്തിയാക്കാനുണ്ട്. മാത്രമല്ല ഇനിയും യന്ത്രങ്ങൾ വരേണ്ടതുണ്ട്, അവ ഘടിപ്പിക്കേണ്ടതുണ്ട്, അവ സ്ഥാപിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇനിയും ഏതാണ്ട് 60% പണി മാത്രമാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് കോർപ്പറേഷൻ ഉണ്ടാകുന്ന നേട്ടമാണ്. ഈ ഒരു സ്ഥാപനം, ഈ ഒരു പ്ലാന്റ് നിർമ്മാണത്തിൽ അത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് ഇത് പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് കോർപ്പറേഷന് വലിയൊരു നേട്ടമാകും. കാരണം അനധികൃത അറവ് തടയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപം അനധികൃത കശാപ്പുശാലകൾ പ്രവർത്തിക്കുന്നത് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തിന് തന്നെ വൻ ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാലിന്യങ്ങൾ തേടി വരുന്ന പക്ഷികളാണ് വിമാനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. മാത്രമല്ല ഈ റോഡ് വക്കിലുള്ളതും അനധികൃതമായി പ്രവർത്തിക്കുന്നതുമായ കശാപ്പ് കുന്നുകുഴിയിലേക്ക് മാറ്റാം. ചുരുക്കത്തിൽ മാലിന്യ പ്രശ്നത്തിൽ ഒരു ആശ്വാസകരമാകുന്ന പദ്ധതി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു. പക്ഷേ അതിനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ പണി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ ആകാത്തത് എന്നതിനുള്ള ഒരു വിശദീകരണമോ അതിനുള്ള കാരണമോ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ്. അശ്വിൻ ഡിയാഗോയാണ് കുന്നുകുഴിയിലെ അറവ്